ടെറസിന് മുകളിൽ ചുരയ്ക്ക ഇരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ചുരയ്ക്ക കൃഷി ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് താഴെയാണ് ഇതിൻ്റെ കട നിൽക്കുന്നത് കേട്ടോ. ചുരയ്ക്ക ചെടി നട്ടിരിക്കുന്നത് താഴെയാണ്. പക്ഷേ വീടിനോട് ചേർന്ന് ഒരു മരം നിൽക്കുന്നുണ്ട് കേട്ടോ. മാവാണ് നിൽക്കുന്നത്. ആ മാവിലൂടെ പടർന്ന് കയറിയിട്ട് ടെറസിന് മുകളിലായിട്ട് ഇങ്ങനെ പടർന്നു വന്നിരിക്കുന്നതാണ് കേട്ടോ. ഈ ചെടി ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കാണിച്ചിരുന്നു. ചുരയ്ക്ക പറിച്ചെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിരുന്നു കേട്ടോ. ഇപ്പം ഇത് ഇതാണ്ടോ, അന്ന് ഞാൻ കാണിച്ചിരുന്നു കുറേ വള്ളികളെല്ലാം താഴേക്ക് പടർന്നു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. ആ വള്ളികളെല്ലാം നന്നായിട്ടൊന്ന് പടർന്ന് പന്തലിച്ചിട്ട് ഇതാണ്ടോ ആ ടെറസിന് മുകളിലും ഇപ്പോൾ നന്നായിട്ട് ചുരയ്ക്ക ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത് ടെറസിന് മുകളിലുള്ള ടെറസിനോട് ചേർന്ന് നിൽക്കുന്ന മരത്തിൽ ചുരയ്ക്ക ഉണ്ടായിട്ട് അതിൻ്റെ വള്ളികൾ ടെറസിലേക്ക് പടർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ അന്ന് ആ വീഡിയോ തന്നത് കേട്ടോ. ഇപ്പോൾ ടെറസിൽ പടർന്നു പോയിരിക്കുന്ന വള്ളികളിലും നിറയെ കായ്കളാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. കുറേയൊക്കെ ഞാൻ അടർത്തി കളഞ്ഞു കേട്ടോ. കാരണം എല്ലാം കൂടി ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. തന്നെയല്ല അതിന് ചുരയ്ക്കയ്ക്ക് വലിപ്പം കുറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാകണ്ടോ നന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഞാനത് കുറച്ചൊക്കെ പറിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞത്. പിന്നെ കായ്ച്ചകളുടെ ശല്യം ഭയങ്കരമാണ് കേട്ടോ. ഇപ്പോൾ ഈ കാലാവസ്ഥയുടെ ആണോ എന്നറിയില്ല, ഇതാണോ ചുരയ്ക്ക ഉണ്ടാകുന്ന സീസൺ എന്നും എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഞാനൊരു തൈ കിട്ടിയപ്പോൾ അത് നട്ട് വളർത്തി കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ പൂക്കൾ വൈകുന്നേരത്തോടു കൂടിയാണ് അതിൻ്റെ പൂക്കൾ വിരിയുന്നത് കേട്ടോ. നല്ല വെളുത്ത നിറത്തിലുള്ള പൂക്കൾ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വൈകുന്നേരമല്ല, ഒരു 6:30-7 മണിയൊക്കെ ആവുന്ന സമയത്താണ് അത് പൂക്കളെല്ലാം വിരിയാറുള്ളത് കേട്ടോ. പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ചിട്ട് അതിനകത്ത് നിറയെ കായകളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മരത്തിലാണ് ആദ്യമായിട്ട് പടർന്നു വന്നത് കേട്ടോ. പിന്നെ ആ മരത്തിൽ നിന്നാണ് താഴേക്ക് ടെറസിലേക്ക് പടർന്നു വന്നിരിക്കുന്നത്. ആ ഒരു മാവിൽ നിന്ന് തന്നെ അടുത്ത് നിൽക്കുന്ന പ്ലാവിലേക്കും എല്ലാം പടർന്നു പോയിട്ട് ആ പ്ലാവിലും കായ്കൾ ചുരയ്ക്ക ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മെറൂൺ കളറിൽ ബ്രൗൺ കളറിൽ കാണുന്നില്ലേ, അത് മൂത്ത് പഴുത്ത ചുരയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വിത്തുകൾ എടുക്കാൻ വേണ്ടി ഞാൻ അതവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ്ടോ പടർന്നു പോയിരിക്കുന്നതുണ്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഇങ്ങനെയൊക്കെ കാണുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെയും വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആ മാവിൽ നിന്ന് താഴേക്ക് പടർന്നു വന്നിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനെ എല്ലാം പോയി കാണാം. പിന്നെ ഈ കൊമ്പിൽ നിന്ന് തന്നെ വേറൊരു സൈഡിലൂടെ താഴേക്ക് വന്നിട്ട് അതിലും 3 കായ്കൾ ചെറുതായിട്ടുണ്ടായിരിക്കുന്നതുണ്ടോ. കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കണതാണ് കേട്ടോ കായ്കളെല്ലാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ വേറൊരു വള്ളി കൂടി പടർന്നിട്ട് ആ സൈഡിലൂടെ പോയിട്ട് അതിലും 2 കായ്കൾ ഉണ്ടായി കിടക്കുന്നതുണ്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾ ഒരു ചെറിയൊരു എഫർട്ട് അങ്ങോട്ട് ഇടുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇനി ഒരു വള്ളി താഴേക്ക് തന്നെ പടർന്നു പോയിട്ടുണ്ട് കേട്ടോ. താഴേക്ക് കണ്ടോ, അതിലും കായ്കളുണ്ടാവുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇതിൻ്റെ ചുരയ്ക്ക ചെടി ശരിക്കും താഴെയാണ് നിൽക്കുന്നത് കേട്ടോ. നല്ല വീതി കൂടിയ ഒരു വള്ളി നിൽക്കുന്നതുണ്ടോ, അത് ഈ മരത്തിലൂടെ ഈ മാവിലൂടെ ഇങ്ങനെ പിടിച്ചു വന്നിരിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ വള്ളി ഇതാണ് കേട്ടോ. ഇതിൻ്റെ തണ്ട് ആ ചുരയ്ക്ക ചെടി ഇതാണ്. ഇത്രയും വണ്ണമുണ്ട് ഇതിൻ്റെ തണ്ടിന്. അത് താഴേന്ന് ഇങ്ങനെ പടർന്ന് കയറി വന്നിരിക്കുന്നതാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് എനിക്കിതൊക്കെ കാണുമ്പോൾ. ഞാനിവിടെ അടുത്ത വീട്ടുകാർക്കൊക്കെ ചുരയ്ക്ക പറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.